അപ്പോൾ വിഷുക്കണി കാണാൻ വേണ്ടി 4 മണിക്ക് എണീറ്റിരിക്കുകയാണ്. കുഞ്ഞു 3 മണിക്ക് എണീറ്റ് ഒരു ഫീഡൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഉറങ്ങിയിട്ടുള്ളൂ. അതുകൊണ്ട് ആളെ പിന്നെ ഞാൻ വിളിച്ചില്ല. ഞങ്ങൾ നൈസായിട്ടൊന്ന് വിഷുക്കണി കണ്ട് ഉറക്കമൊക്കെ അടിപൊളിയായ കാരണം പടക്കം പൊട്ടിക്കാനൊന്നും ഒന്നുമില്ല. പെട്ടെന്ന് പോയി കിടന്നുറങ്ങാമെന്നുള്ള ലെവലൊക്കെ ആയിരുന്നു. അങ്ങനെ നമ്മൾ പോയി കിടന്നുറങ്ങി. രാവിലെ എണീച്ചിട്ടാവാം ബാക്കിയൊക്കെ എന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ്. അങ്ങനെ രാവിലെ എണീച്ചു. ബേബിക്ക് കുറച്ച് ജലദോഷം ഒക്കെ ആയി. കാരണം ആളൊട്ടും ഉഷാറല്ല, ഭയങ്കര ഫസ്സിയാണ്. ആളിപ്പോൾ ഉറങ്ങുകയാണ്. അങ്ങനെ ഉറക്കമൊന്നും ശരിയാവുന്നില്ല, കോൾഡൊക്കെ ആയ കാരണം. അപ്പോൾ ഇങ്ങനെ ഒന്ന് ഉറങ്ങി കിട്ടിയിട്ടുണ്ട്. എൻ്റെ വിഷക്ക് അങ്ങനെ ആയി. ബേബിയുടെ കൂടെ ഇങ്ങനെ ഇരിക്കലും പാമ്പർ ചെയ്യലും ഒക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ വിഷുക്കണി വെച്ചത് ഇതൊക്കെയാണ് ഐറ്റംസ്. രാത്രി നല്ലപോലെ കാണാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇങ്ങനെ എടുത്തത്. ഒരു കുട്ടി വ്ലോഗാണ് കേട്ടോ. എനിക്കങ്ങനെ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല, കാരണം ബേബിയുടെ ഫുൾ ടൈം ബേബിയുടെ കൂടെ ആയിരുന്നു. എനിക്കങ്ങനെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല, ബേബിക്ക് വയ്യാത്തത് കൊണ്ട്. അങ്ങനെ നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനിരുന്നു. സാമ്പാർ, ക്യാബേജ് ഉപ്പേരി, അവിയൽ, മാങ്ങാക്കറി, പിന്നെ മത്തനോലൻ, പപ്പടം, അങ്ങനെയൊക്കെയായിരുന്നു. പായസം നമ്മൾ ചക്ക പായസമായിരുന്നു. 2-3 ദിവസം മുന്നേ ചക്ക പഴുത്ത ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ എടുത്തിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെച്ചു. അങ്ങനെ നമ്മൾ പച്ചക്ക പായസം ഉണ്ടാക്കി. സദ്യയൊക്കെ അടിപൊളിയായിരുന്നു. എനിക്ക് സദ്യ കഴിച്ച് ഫുൾ വയറ് നിറഞ്ഞ കാരണം പായസം കുടിക്കാനുള്ള വയറുണ്ടായില്ല. എന്തോ ഭാഗ്യത്തിന് ആ ടൈമിൽ മാത്രം കുട്ടി നല്ല ഉറക്കമായിരുന്നു. ചേട്ടൻ വന്നിട്ടുണ്ട്. അതെ, ഹാപ്പി വിഷു. ഞങ്ങൾ അമ്മയുടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ വീട്ടിലേക്ക് ആദ്യം പോയി, എന്നിട്ട് പിന്നെ ഞങ്ങൾ വന്നതാണ്. അങ്ങനെ അടുത്ത പടക്കത്തിലൂടെ ഈ വിഷു വ്ളോഗ് അവസാനിക്കുന്നതാണ്. എനിക്കങ്ങനെ നല്ലപോലെ വ്ളോഗ് എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. ബേബി നല്ല കുറുമ്പൊക്കെ ആയിരുന്നു. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വിഷു വ്ളോഗ്. താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം.